നമ്മൾ ഈ പറയുന്ന സംഭവത്തിന് അടിസ്ഥാനമായ കാരണം ഉണ്ടായത് ഇന്ന് രാവിലെയല്ല, ഇന്നലെയല്ല. ശ്രീ ജോർജ് ജോസഫ് 4 ദിവസം മുമ്പാണ്, 4 ദിവസമായി, ഇന്നിപ്പോൾ നമ്മൾ 5ാമത്തെ ദിവസമാണ്. ഇപ്പോഴും FIR-ൽ ഈ പറയുന്ന വകുപ്പുകൾ ചുമത്തണമെന്ന് പോലീസിന് തോന്നുന്നില്ല. ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഒരു പാരടിപ്പാട്ട് എഴുതിയതിന് ഗുരുതര വകുപ്പ് ചുമത്താൻ അറിയാവുന്ന പോലീസാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ബസ്സിന്റെ ഷൂ എറിഞ്ഞാൽ വധശ്രമം ചുമത്താൻ അറിയാവുന്ന പോലീസാണ്. ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ വെറുതെ വധശ്രമങ്ങൾ ഇപ്പോൾ ആകാശ പ്രതിഷേധത്തിൽ വധശ്രമം ചുമത്താൻ അറിയാവുന്ന പോലീസാണ്. ആ പോലീസ് ഇത് ആൾക്കൂട്ട കൊലപാതകമാണെന്നും ഇത് SC/ST വിരുദ്ധമാണെന്നും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണ്? അത് ഈ കേസിനെ എങ്ങനെയാണ് ദുർബലപ്പെടുത്താൻ പോകുന്നത് ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അത് കേസിനെ ദുർബലപ്പെടുത്തും. അടിയന്തരമായിട്ട് ആ സെക്ഷൻ അങ്ങ് ഇടുന്നതാണ് പോലീസിന് നല്ലത്. കാരണം ഇതിനകത്ത് ഒരു ഛത്തീസ്ഗഡിലുള്ള രാംനാരായണന് അദ്ദേഹം മോഷണം നടത്തിയെന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെ അടിക്കുന്നത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ കണ്ടു. ആ തലക്കിട്ടും കഴുത്തിനുമൊക്കെ അടിക്കുന്ന അടിയിൽ അയാൾ തെറിക്കുന്നത് കാണാം നമുക്ക്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകവും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. തല മുതൽ കാൽപാദം വരെ അടിച്ച് അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് പൊട്ടി, അദ്ദേഹത്തിൻ്റെ റിബ്സുകൾ തകർന്നു. ഒരു മനുഷ്യനെ ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ പേപ്പട്ടിയെ തല്ലുന്ന നമ്മൾ കണ്ടിട്ട് അവനെ കൊന്നേ പറ്റുള്ളൂ. അതുപോലെ അടിക്കുകയാണ് അവരെ. അത് 5 പേരെ, ഏകദേശം 10-15 പേര് എവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്ത്രീകളും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തെരുവ് നായ്ക്കൾ നാട് ചോദിച്ച് അടിച്ചു കണ്ടുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും തെരുവ് നായ്ക്കൾ നാട് ചോദിച്ച് കടിക്കോ? ഇല്ല. തെരുവ് നായ്ക്കളൊക്കെ നീചന്മാരാണ് അക്കൂട്ടർ. ജോർജ് ജോസഫ് ഇല്ല. അല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ആലോചിക്കണം. അദ്ദേഹം ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടിട്ടില്ല. ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ എത്രയോ പോസ്റ്റ്മോർട്ടം കണ്ട ഒരു സീനിയറായ ഒരു ഫോറൻസിക് ഡോക്ടറാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഇതിനകത്ത് അവിടെ ആദ്യം ഇപ്പോൾ ഒരു 5 പേരെയോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 4 പേര് BJP RSSകാർ തന്നെയാണ്. അവരുടെ നേരത്തെ ഒരു കേസിനകത്ത് അവർ 2 പേര് പ്രതികളാണ്. അതിനകത്ത് ശിക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതിപ്പോൾ അവർ ജാമ്യത്തിൽ നിൽക്കുന്നവരാണ്. അത് 15 വർഷം മുമ്പ് ഒരു DYFIക്കാരനെയാണ്, വിനോദിനെയാണ്, അതുപോലെ തന്നെ CIT തൊഴിലാളി സ്റ്റീഫനെയാണ് അവർ വെട്ടിയത്. അതിനകത്ത് 2 പേരും അനുവും മുരളിയും അറിയപ്പെടുന്ന BJPക്കാരും RSSകാർ തന്നെയാണ്. അവരാണ് ഈ 2015 വർഷം മുമ്പ് ഈ CITക്കാരനെയും അതുപോലെ DYFIക്കാരനെയും വെട്ടി. അവർ മരിച്ചില്ല. ഏതായാലും അത് ഹൈക്കോടതി ഇപ്പം കിടക്കുകയാണ്. അവർ അതേ രീതിയിലൊരു പ്രവൃത്തി ഇവിടെ വീണ്ടും ചെയ്യില്ലേ ഈ പാവം പിടിച്ച മനുഷ്യന്? അത് എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ മലയാളിക്ക് വരുന്നത്? നമ്മൾ ഈ ആൾക്കൂട്ടം കൊലപാതകമല്ലേ നോർത്ത് ഇന്ത്യയിലേ കണ്ടിട്ടുള്ളൂ. അതേസമയത്ത് ഈ ഒരു സംഭവം അബ്ദുൾ ജബ്ബാർ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇതേ രീതിയിൽ തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചർച്ച തന്നെ നടക്കുന്നത്. കാരണം എന്തായാലും ഗവൺമെൻറ് ലേറ്റായിട്ടാണെങ്കിലും 10 ലക്ഷം രൂപ കൊടുക്കാനും എയർലിഫ്റ്റിൽ ഈ ഡെഡ് ബോഡി അങ്ങ് കൊണ്ടുപോകാനും തീരുമാനം എടുത്ത് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ലേറ്റായിട്ട് എങ്കിലും ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം, മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ, അതല്ലേ നല്ല കാര്യം. ലേറ്റ് ആയാലും ശരി, സാരമില്ല. പക്ഷേ ആ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കൾ 8ഉം 10ഉം വയസ്സുള്ള 2 കൊച്ചുങ്ങളുടെ ആ ദയനീയ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ 4 പേര് നിൽക്കുന്ന കണ്ട് ഇത് നമ്മളിത് കേരളമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യനെല്ലാം നമ്മൾ ഒരുപോലെയല്ലേ കാണുന്നത്. ഇവിടെ ജാതി മതമൊന്നും ഇല്ല ഇപ്പോൾ. പക്ഷേ ഇതിനകത്ത് SC/ST ആക്ട് അവിടെ ഇടേണ്ടി വരും. നമ്മുടെ മധുവിൻ്റെ അനുഭവം കണ്ടല്ലോ. ആ പാവം പിടിച്ച മധു ഭക്ഷണം മൂട്ടിച്ചിട്ട് കൈകെട്ടി നിൽക്കുന്നത് പാലക്കാട്ടത്തെ ആ ദൃശ്യം ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. കാരണം ഭക്ഷണം യാചിച്ചു വന്ന ഒരാളെ തല്ലിക്കൊല്ലുന്നത് കേരളത്തിൽ ഇത് നമുക്ക് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ളത്. ഇപ്പോഴത്തെ സംഭവം തീർച്ചയായും അപലപിക്കേണ്ടത് തന്നെയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അപലപിക്കണം. കാരണം ഒരു കുറ്റവും ചെയ്യാതെ അയാൾ ഭക്ഷണം ആയിക്കോട്ടെ 5 ദിവസം 4-5 ദിവസമായിട്ട് പണി കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആ പാവം നിന്നപ്പം അദ്ദേഹത്തിനെ അടിച്ചു കൊല്ലുകയാണ്. തല മുതൽ കാലോടെ അടിച്ചു കൊല്ലുന്നതും. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആൻറ്റിമോർട്ടം ഇഞ്ചുറിയാണ് സാധാരണ തല്ലിക്കൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ഇഞ്ചുറി തല്ലിക്കൊന്നിട്ടും വീണ്ടും തല്ലിയിരിക്കുന്നു അവിടെ. അങ്ങനെ കുറേ ഇഞ്ചുറി അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്ത്രീകൾ വന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താണെന്ന്. അവിടെ സ്ത്രീകൾ വന്ന് തല്ലിയിട്ടുണ്ട്. 15ഓളം പേരിനകത്ത് സ്ത്രീകൾ വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ മനസ്സിന് ഈ മാറ്റം വരുന്നത്? ഇവിടെ രാഷ്ട്രീയ ചിന്തയൊന്നുമല്ല ഞാനീ പറയുന്നത്. കേരളത്തിലുള്ളൊരു പൊതുവേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ശരി മനുഷ്യത്വമുള്ളവരല്ലേ നമ്മളെല്ലാവരും. ആ രീതിയിലല്ലേ സംസാരിക്കുന്ന എല്ലാവരും. പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കുന്നു കേരളത്തിൽ? ആൾക്കൂട്ട കൊലപാതകം നമ്മൾ ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ 2 കേസ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കൊലപാതകവും പിന്നെ നമ്മുടെ മധുവിൻ്റെ കൊലപാതകവും നമുക്ക് രണ്ടും മറക്കാൻ പറ്റില്ല. ഇത് കാരണം കേരളം എത്രയോ നാളുകൊണ്ട് 100% സാക്ഷരക്കാരാണ്. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ്. ശരി, അതൊക്കെ ചുമ്മാ പറയുന്ന തോന്നി. ഇപ്പൊ കാര്യം എന്താ പറയുക, ഇഞ്ചുറീസ് ആന്റിമോട്ടം എന്ന് പറയുന്നതിൽ 39 മുറിവുകൾ പറയുകയാണ്. ഒന്നാമത്തെ അബ്രേഡഡ് കൺട്രൂഷൻ ഓഫ് 5.5 into 4.5 centimeter ഫുൾ തിക്നെസ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ഹെഡ് ഓവർ പരേറ്റൽ എമിനൻസ് മുതൽ ഏറ്റവും മുതൽ 38ാമത്തെ ഫ്രാക്ചർ ഓഫ് 3rd rib on right and 4 and 5 ribs on the left side with minimal ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറയാണ്. 39 മാരകമായ മുറിവുകളെ പറ്റി പറയുന്ന എണ്ണി പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അടിച്ചു കൊന്നതാണ്. അതുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകം ഉത്തരേന്ത്യയിൽ നടക്കുന്ന എന്തോ സാധനമാണ്, കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് എന്ന് വിചാരിക്കരുത്. നമ്മുടെ നാട്ടും ആൾക്കൂട്ടക്കൊല നടക്കുന്ന ഒരു നാടാണ്. ലജ്ജയുടെ രാത്രിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.